എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബക്കർ കുയിലാനി. ഇത് ആയിഷ റിസ, ഇത് ആമിന ആയി. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് കേരള നിയമസഭയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ നിന്ന് നേടിക്കൊണ്ട് LDF അധികാരത്തിലേക്ക് നീങ്ങുന്നു. റിസൾട്ട് വന്നിട്ട് കഷ്ടി മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ ഞങ്ങള് ഒരു മെമ്മറി ഷോയുമായിട്ട് വന്നിരിക്കുകയാണ്. 140 മണ്ഡലങ്ങൾ, 140 MLA-മാർ. ആ 140 MLA-മാർ ആരൊക്കെയാണെന്ന് ആയിഷ റിസ രണ്ട് വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നു. മണിക്കൂറുകൾ കൊണ്ടാണ് ആയിഷ റിസ ഇത് പഠിച്ചെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മെയ് 2, 2021. ഇത്തരത്തിലൊരു പഠനം നടത്തിയത് കൊണ്ട് എന്ത് കാര്യം എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. പഠിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളും കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട്. വളരെ വേഗത്തില് ഈസിയായി എന്തും പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്നത് കാണിച്ചു തരിക മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താല്പര്യം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാന ഘടകം. അതിന്റെ കൂടെ ഒരു ചെറിയ തള്ളു കൂടി കൊടുക്കുകയാണെങ്കിൽ എന്തും പഠിച്ചെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ ആയിഷ റിസയോട് കുറച്ച് പുതിയ MLA-മാരെ ചോദിക്കാൻ പോവുകയാണ്. ഞാൻ സ്ഥലങ്ങൾ പറയും, ആയിഷ റിസ അവിടെയുള്ള പുതിയ MLA-മാരെ പറയും. എങ്കിൽ ആമിന ഐറിൻ സ്ഥലങ്ങൾ പറയൂ, ആയിഷ റിസ MLA-മാരെ പറയും. ശരി, തുടങ്ങിക്കോ. മണ്ഡലങ്ങളിലെ 140 MLA-മാരെ ഇവർ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിക്കുന്ന വീഡിയോ, ഈ വീഡിയോയ്ക്ക് തൊട്ടു പിന്നാലെ ഞങ്ങൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ ഈ മത്സരം അവസാനിപ്പിക്കാം. ഇനി ഇതിന്റെ രണ്ടാം ഭാഗം മെമ്മറിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി ഷോ മാജിക്കിലൂടെ MLA-മാരെ പറയുന്ന രീതിയാണ് ഇനി അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന് രണ്ടുപേരും റെഡിയാണോ? ഓക്കെ. എന്റെ കയ്യിൽ 140 മണ്ഡലങ്ങളുടെ പേരുകൾ ഉള്ള കാർഡുകളുണ്ട്. ഈ കാർഡുകൾ എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഈ കാർഡിന്റെ ഒരു വർഷം മാത്രമേ നമ്മൾ പേരുകൾ എഴുതിയിട്ടുള്ളൂ. ഈ കാർഡുകൾ ഈ കുപ്പിയിലേക്ക് ഇടാൻ പോകുന്നു. ആ കുപ്പിയിൽ നിന്നും ഏതെങ്കിലും ഒരു കാർഡ് ആമിന ഐറിൻ എടുക്കും. ആ കാർഡിലെ സ്ഥലത്തെ ഇപ്പോഴത്തെ MLA ആരാണെന്ന് ആയിഷ റിസ പറയാൻ ശ്രമിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെമ്മറി ഷോ. വീണ്ടും പറയുന്നു, പഠനം വളരെ എളുപ്പമാണ് എന്നത് കാണിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ കാർഡുകൾ കുപ്പിയിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാർഡ് എടുക്കുന്ന ആമിന ഐറിൻ കണ്ണ് കെട്ടിയിരിക്കും. അതുപോലെ പറയുന്ന ആയിഷ റിസയും കണ്ണ് കെട്ടിയിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം.
മത്സരത്തിലേക്ക് കിടക്കുകയാണ്. രണ്ടു പേരും റെഡിയാണ്. റെഡിയല്ലേ? അമിന റെഡിയല്ലേ? ഓക്കെയാണ്. അപ്പൊ നമ്മള് ആദ്യത്തെ കാർഡ് എടുക്കുന്നതിന് വേണ്ടി ആമിനയെ വിളിക്കുകയാണ്. ആമിന, ആദ്യത്തെ കാർഡ് എടുത്തു തരൂ. ആമിന നമുക്ക് ആദ്യത്തെ കാർഡ് എടുത്തു തന്നിരിക്കുന്നു. എല്ലാവരും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ആയിഷയോട് ചോദിച്ചു നോക്കാം. പറയാൻ പറ്റുമോ? നിനക്കിത് സാധിക്കുമെന്ന് തോന്നുന്നു. ഈ കാർഡിൽ എഴുതിയ സ്ഥലത്തെ പുതിയ MLA ആരാണ്? സാധിക്കുമോ? പറയും. കെ ബാബു. ശരിയായ ഉത്തരം. നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. അങ്ങനെ അടുത്ത ആമിന നമുക്ക് വേണ്ടി അടുത്ത കാർഡ് എടുത്തു തന്നിരിക്കുകയാണ്. എല്ലാവരും കാർഡിലെ പേര്, സ്ഥലം ഏതാണെന്ന് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ചോദിച്ചു നോക്കാം. ഐഷേ, റെഡിയാണോ? എങ്കിൽ പറയൂ. എന്റെ കയ്യിലുള്ള കാർഡിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പുതിയ MLA ആരാണ്? പറയാൻ പറ്റുമോ? എങ്കിൽ പറയും. TP രാമകൃഷ്ണൻ. ഓക്കെ, ആമിന അടുത്ത കാർഡ് എടുത്തു. ആമിന നമുക്ക് മൂന്നാമത്തെ കാർഡ് എടുത്തു തന്നിരിക്കുകയാണ്. നോക്കുക കാർഡിന് ഏത് സ്ഥലമാണ് ഉള്ളത്. ഇനി നമുക്ക് ആയിഷയോട് ചോദിച്ചു നോക്കാം. പറയാൻ പറ്റോ? ട്രൈ ചെയ്ത് നോക്കൂ. എന്റെ കയ്യിലെ കാർഡിൽ ഏത് സ്ഥലം, ആ സ്ഥലത്തെ സ്ഥലം ഏതാണെന്ന് പറയണ്ട. ആ സ്ഥലത്തെ MLA ആരാണ്? പറയും. കെ കൃഷ്ണൻകുട്ടി. ശരി. എന്റെ കയ്യിലുള്ള ഈ കാർഡിലെ സ്ഥലം ഏതാണെന്ന് പറയാമോ? ചിറ്റൂർ. അടുത്ത കാർഡ് എടുത്തു. ആമിന അടുത്ത കാർഡ് എടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കുക. വേഗത്തിൽ നമുക്ക് ഐഷയോട് ചോദിച്ചു നോക്കാം. മോളെ, ഓക്കെ ആണോ? റെഡിയാണെങ്കിൽ പറ. എന്റെ കയ്യിലുള്ള കാർഡിലെ സ്ഥലത്തെ ഇപ്പോഴത്തെ MLA ആരാണ്? PP ചിത്തരഞ്ജൻ. ശരിയായ ഉത്തരം. ഈ സ്ഥലം ഏതാണെന്ന് പറയാൻ പറ്റുമോ? പറയാം. ആലപ്പുഴ. ശരി, നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. മോളെ, ഒരു കാർഡ്. ഐഷ, അമിന നമുക്ക് അടുത്ത കാർഡ് എടുത്തു തന്നിട്ടുണ്ട്. കാർഡിലെ പേര് എല്ലാവരും കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മോളെ ആയിഷേ, പറയാൻ പറ്റുമോ? ശരി, പറയും. എന്റെ കയ്യിലെ കാർഡിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന MLA ആരാണ്? MLA ആരാണ്? നൗഷാദ്.
ശരിയായ ഉത്തരം. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. വരൂ അവര്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് ഒരു കാർഡ് കൂടി എടുത്തു തന്നിട്ടുണ്ട്. എല്ലാവരും നോക്കുക. ഐഷമോളെ, ഏത് MLA ആണ് ഈ സ്ഥലത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? KP കുഞ്ഞമ്മദ് കുട്ടി. സ്ഥലം ഏതാണ്? കുറ്റ്യാടി. ഓർക്കുക, വീണ്ടും പറയും, ഇതിലൊരു മാജിക്കുമില്ല, മന്ത്രവുമില്ല. മെമ്മറിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ കൂട്ടായി ചെയ്തിട്ടുള്ള ഒരു പ്രകടനം മാത്രമാണത്. ഇവിടെ ഞങ്ങൾ വീണ്ടും പറയുന്നു, പഠനം എന്നത് ഒരു അസാധ്യ സംഭവമേ അല്ല, വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള വീഡിയോകളാണ് ഐശ്വര്യ ഇതുവരെ ചെയ്തത് മുഴുവനും ആമിനായിരുന്നു ചെയ്തത്. 190ഓളം വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകളെല്ലാം നിമിഷ നേരം കൊണ്ട് പഠിച്ചെടുത്ത് ചെയ്തവയാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ